ഇന്റെ വാപ്പ എന്താ അറിയോ, ഒരാളെയും ദ്രോഹിക്കൂല. മൂപ്പരെല്ലാരും ഇങ്ങനെ സഹായിക്കും. ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അയിനിറങ്ങും. മൂപ്പർക്ക് അനാവശ്യമായിട്ട് ഒരാളുടെ ഒരു സാധനം വേണ്ട. മൂപ്പരെ സ്വത്ത് പിന്നെ നാട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതിനൊക്കെ പുറമെ പെരുന്നാളാവുമ്പോ എല്ലാവർക്കും സക്കാത്ത് കൊടുക്കും. ഇവിടെ വാസുവേട്ടന്റെ അമ്മ എപ്പോഴും പറയും അവരെ അച്ഛനില്ലേ ചെല്ലപ്പനാശ്ശേരി ആർക്കും ഒരു കൊടുക്കുന്നു. സക്കാത്ത് കൊടുക്കൂ? സക്കാത്തല്ലേടി, ഈ വിഷു ഒക്കെ വരില്ലേ, അപ്പൊ ഇങ്ങനെ കൈനീട്ടം കൊടുക്കും കുട്ടിയൊക്കെ. അങ്ങനെ എന്റെ വാപ്പ എന്താ വെച്ചാല് മൂപ്പർക്ക് ഈ പൈസനോടൊന്നും ഒരു ആർത്തി ഇല്ലല്ലോ. ആ സ്വഭാവമാണ് എനിക്ക് കിട്ടിയേക്കണേ. എനിക്ക് പൈസനോട് എന്താ ആർത്തി? എനിക്ക് ഒരു ആർത്തി ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ പരീക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറയും, വാസുറ്റേട്ടന് അത് വേണം അത് വേണം എന്നൊക്കെ പറയുമ്പോ ഞാൻ പൈസ എടുത്ത് കൊടുക്കല്ലേ. ഇപ്പൊ ഈ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളിവിടെ ഫ്രീ ആയിട്ടല്ലേ താമസിപ്പിച്ചേണ്. വേറെ വല്ല വീട്ടുകാരാണെങ്കിൽ അപ്പൊ എന്നെ വാടക ചോദിക്കൂലേ? ഇല്ലേ? അതാണ്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാരെയും സഹായിക്കുക. എന്റെ പാപ്പാടെ ഒരു സ്വഭാവ ഗുണാണ് എനിക്ക് കിട്ടിയേക്കണേ. അല്ലെ അത് കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ പറയും എന്റെ പാപ്പാനെ പോലെ. എന്താ സത്യം പറഞ്ഞ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഇവിടെ വന്നില്ല. എന്താ ഏളാപ്പേ മൂത്താപ്പേ വല്യപ്പ ഹംസക്ക? അയാളുടെ നാവുണ്ടല്ലോ, വല്ലാത്ത നാവാണ്. പറഞ്ഞതാ അച്ചട്ടാ. അല്ല പറഞ്ഞാന്ന് വെച്ചാല് മൂപ്പര് പറയണതൊക്കെ നടക്കൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങള് പറയണ അത്ര ഭീകര സിദ്ധനൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാ സിദ്ധനാണ്. മൂപ്പരിന്ന് പരീക്കൂട്ടിലെടുത്ത് അമ്പിളി ബസ്സിന് പോണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അടുത്ത ബസ്സിന് പോയാൽ മതി. അപ്പൊ അമ്പിളി ബസ് എത്തണേക്കാൾ മുമ്പേ മറ്റേ ബസ് എത്തും. അതുകൊണ്ട് അമ്പിളി ബസ്സിന് പോണ്ട, അതിന് തന്നെ പോയാൽ മതി നിർബന്ധിച്ച് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ മൂപ്പര് പറഞ്ഞു. അമ്പിളി ബസ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു വലിയ മരത്തിന് ഒരൊറ്റ പോയിട്ട് കിട്ടി. 10-27 പേര് ആശുപത്രിയിലാണ്. ആരുടെയൊക്കെ തല പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പരീക്കുട്ടിയിൽ യാത്ര ചെയ്യേണ്ട ആളല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോവാതിരുന്നത്. പറഞ്ഞോണ്ടാണ് ഇപ്പൊ അങ്ങനെ സംഭവിച്ചെന്നൊക്കെ ഇപ്പൊ പറയാൻ പറ്റും. അയാൾ ചിലപ്പോ വായി തോന്നി വെറുതെ വിളിച്ചു പറഞ്ഞത്. എങ്ങനെ വിളിച്ചു പറഞ്ഞാലും അയാൾ പറഞ്ഞു. അതുകൊണ്ട് പരീക്കുട്ടി അതിന് പോയില്ല, അവൻ രക്ഷപ്പെട്ടല്ലേ. അങ്ങനെ നിസ്സാരായിട്ടൊന്നും കാണണ്ട മല്ലികേ. മൂപ്പരെന്താ അറിയോ, മൂപ്പർക്ക് ഈ സംഭവിക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരും. എന്നിട്ട് അത് അങ്ങോട്ട് പറയില്ല. അതാണല്ലേ ഈ പ്രവചിക്കലേ. അയാളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പരീക്കുട്ടി ആശുപത്രിയിലാണ്. അതല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഹംസക്ക ഇവിടെ വന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാ? ഹംസക്കാക്ക് ഞങ്ങളുടെ കുടുംബം പറഞ്ഞാല് അത്ര സ്നേഹാണേ. ജോസൂട്ടി, അതെ ജോസൂട്ടിയെ, എടാ സത്യം പറയുന്നത് രക്ഷപ്പെട്ടു നമ്മുടെ പരീക്കുട്ടി. അല്ല അമ്പിളി ബസ്സിന് കയറാൻ നിന്നാണോ അവനെ? അമ്പിളി ബസ്സിന് കയറാതെ വേറെ അതിന്റെ അടുത്തൊരു ബസ് ഉണ്ടല്ലോ, ആ ബസ്സിന് കയറിയിട്ടേ പോയത്. അമ്പിളി ബസ് ഇവിടുന്ന് എടുത്തു പോയിട്ട് നേരെ ഒരു മരത്തിന് കൊണ്ടുപോയിട്ട് ഒറ്റട്ടി. ബസ് തകടം പറഞ്ഞിട്ട് 10-27 പേരൊക്കെ ആശുപത്രിയിലായി എന്നാണ് പറയണത്. ആരുടെയൊക്കെ തലയും പൊട്ടിയിട്ടുണ്ട് ഇത്ര. എന്താണ് ആണോ? അയ്യോ, കഷ്ടമാണ് തമ്പുരാനെ. വലഞ്ഞു. ശരി എന്നാ, ആയിക്കോട്ടെ. ബസ്സിൽ ജെസ്സി ഉണ്ടായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. ചോദിക്കണ്ടേ നിങ്ങളെന്താണോ? അല്ല ആദ്യം ചോദിക്കണ്ടേ? ഒന്നുകൂടി വിളിക്കുന്ന